Oukitel എന്ന ബ്രാൻഡിന്റെ Oukitel Ot5 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Oukitel Ot5 എന്ന ടാബിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Oukitel Ot5ൽ 12 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2K റെസൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഏകദേശം 16,600 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ഈ ടാബ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇല്ല എന്നുള്ളതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ ഇതൊക്കെ ഓക്കെയാണ്. ഏകദേശം 86% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പിന്നെ TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 5:3 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു ടാബിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 560 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 7.5 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ കീബോർഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഗ്രേ, ബ്ലൂ അതുപോലെ തന്നെ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G99 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 16,600 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ സിമ്മിൻ്റെ സപ്പോർട്ടുണ്ട്. 4G സപ്പോർട്ടാണ് ഇതിൽ മാക്സിമം വരുന്നത്. 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു ടാബിൽ 12 GB റാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 12 GB റാം വരുന്നു എന്നുള്ള നല്ലൊരു കാര്യം തന്നെയാണ്. 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് കൊടുത്തിട്ടുണ്ട്. 2 GB മെമ്മറി വരെ ഇതിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 24 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ടോട്ടലായിട്ട് 36 GB റാം വരെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5 mm മോഡി ജാക്ക് വരുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 16 MP മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. 2 MP ഒരു മാക്രോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 11,000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ പ്രൈസിംഗ് ആയിട്ട് വരുന്നത് $199.99 ആണ്. അതായത് 16,600 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഓഫറിൽ ഇതിലും കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബ് ലഭിക്കുന്നതായിരിക്കും. $179.99 എന്ന പ്രൈസിങ്ങിൽ ഇനീഷ്യലി ഈ ഒരു ടാബ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് ഇപ്പോൾ 34,000 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ വില കുറച്ചും കൂടി കുറഞ്ഞതായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്ത്യൻ പ്രൈസിംഗ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതാണ്. പക്ഷേ ഗ്ലോബൽ പ്രൈസിംഗ് 16,600 രൂപ പ്രൈസ് റേഞ്ചിലേ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറും തിരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും പിന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റാമും ഇൻറ്റേർണലും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാബാണ് ഈ ടാബ് എന്ന് പറയാവുന്നതാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബാണ് Oukitel Ot5 എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും Oukitel Ot5 എന്ന ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.